മൂന്നാം ടേമും തുടർഭരണം എന്ന ലക്ഷ്യത്തിലൂന്നി ഇടതുപക്ഷം പ്രവർത്തനം നടത്തുന്നു. പക്ഷേ ഇടതുപക്ഷത്തിന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് സാംസ്കാരിക നായകരുടെ പ്രതികരണങ്ങളാണ്. ഇന്നലെ വരെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നവർ ഇപ്പോൾ കളം മാറി ചവിട്ടുന്നുണ്ട്. എന്താണ് കാരണം? തുടർഭരണം പാർട്ടിയെ ദുർബലമാക്കുമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ ഇല്ലാതാക്കുമെന്നും സാംസ്കാരിക നായകർ. ഇടതുപക്ഷ സഹയാത്രികനായ കവി സച്ചിദാനന്ദൻ ഫെബ്രുവരി 8-ാം തീയതി ഞായറാഴ്ച മനോരമ പത്രത്തിന് നൽകിയ അഭിമുഖവും പത്രം പ്രസിദ്ധീകരിച്ച ഞായറാഴ്ച പേജിലും വന്ന വാർത്തകളാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. സച്ചിദാനന്ദന്റെ പ്രതികരണം ഇടതുപക്ഷത്തിന് ശക്തമായ തിരിച്ചടിയാകും എന്നവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക ശബ്ദമാണ് സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി ചെയർമാനാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് ഇടതുപക്ഷത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതൊന്നുമല്ല. തുടർഭരണം LDF-നെ അല്ലെങ്കിൽ CPM-നെ ദുർബലമാക്കുന്നു എന്നൊരു വാദം പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരു സാംസ്കാരിക നായകൻ, അതും ഇടതുപക്ഷ സഹയാത്രികനായ സാംസ്കാരിക നായകൻ ഇങ്ങനെ പറയുമ്പോൾ അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും. കൂടെ എത്തിയിട്ടുണ്ട് സാറാ ജോസഫും ഇതേ അഭിപ്രായമായി സച്ചിദാനന്ദന് പിന്തുണയുമായി. വേണമെങ്കിൽ പ്രൊഫസർ MN കാരശ്ശേരിയിൽ നിന്നാണ് ഈ വാദമുഖങ്ങൾ തുടങ്ങിയത് എന്ന് പറയാം. മൂന്നാം വട്ടവും അധികാരത്തിലെത്തിയാൽ ഇടതുപക്ഷം ദുർബലമാകുമെന്നും ഇനി അധികാരം കിട്ടിയില്ലെങ്കിൽ UDF ദുർബലമാകുമെന്നും അദ്ദേഹത്തിന്റെ വാദം. അത് പിന്തുടർന്ന് സച്ചിദാനന്ദന്റെ പറച്ചിൽ. ഇപ്പോൾ സാംസ്കാരിക നായകരുടെ നീണ്ട നിര. എങ്ങനെ പ്രതിരോധിക്കും എന്നറിയാതെ ഇടതുപക്ഷം കുഴങ്ങുകയാണ്. ബംഗാളിൽ ഉണ്ടായതുപോലൊരു തകർച്ച കേരളത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ പ്രതിപക്ഷത്തും ഇരിക്കാൻ LDF തയ്യാറാകണം. തുടർഭരണം കൂടുതൽ അഴിമതിയിലേക്കും അധികാര കേന്ദ്രീകരണത്തിലേക്കും നയിക്കും. അജയ്യരാണെന്നുള്ള തോന്നലുണ്ടാക്കും. ജനത്തോടുള്ള വിനയമില്ലാതാക്കാനും വഴിയൊരുക്കും. തുടർഭരണം വീണ്ടും ഉണ്ടായാൽ അവസരവാദികളായ ധാരാളം പേർ ഇടതുപക്ഷത്തിനൊപ്പം ചേരും. സ്വന്തം കാര്യത്തിനു വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കും. സച്ചിദാനന്ദന്റെ വാദം തുടരുന്നു. തുടർഭരണം കൊണ്ട് പല നല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടിയെയോ നേതൃത്വത്തെയോ വിമർശിക്കാനുള്ള ഭയം ജനങ്ങളിൽ വർദ്ധിച്ചു വരുന്നത് കാണുന്നുണ്ട്. ഭയം വർദ്ധിക്കുന്നത് ഒരു സാംസ്കാരിക രാജ്യത്തിന്, സാംസ്കാരിക സമൂഹത്തിന് ഭൂഷണമല്ല. അദ്ദേഹം തുടർന്നു. ജനാധിപത്യത്തിൽ മാറി മാറിയുള്ള ഭരണമാണ് വേണ്ടത്. മാറി മാറിയുള്ള ഭരണമാണ് നമുക്ക് ജാഗ്രത നൽകുന്നത്. കവി തുടർന്നു. പ്രതിപക്ഷമില്ലാത്തിടത്തും പ്രതിപക്ഷം നിശബ്ദമായിടത്തുമൊക്കെ ഭരണപക്ഷത്തിന് തന്റെ തെറ്റുകൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അതൊക്കെ സമൂഹത്തിന് ആഴത്തിൽ ദോഷം ചെയ്യും. തുടർഭരണം പാർട്ടിയെ നശിപ്പിക്കും. പാർട്ടി പോലും ആഗ്രഹിക്കാത്ത തരം ആളുകളും അവസരവാദികളും ഭരണ സംവിധാനത്തിലേക്ക് കടന്നു വരും. ബംഗാളിലെ അനുഭവം മുൻനിർത്തിയാണ് ഈ വിശദീകരണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിരിക്കുന്നത് പാർട്ടിയുടെ കരുത്ത് കൂട്ടും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിലെ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഭരണ തുടർച്ചയുണ്ടായാൽ അതിനുള്ള സാധ്യത കൂടുതലാണ്. അവസരവാദികൾ പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെ തന്നെ ഇല്ലാതാക്കും എന്നും സച്ചിദാനന്ദൻ അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷം രക്ഷപ്പെടാൻ ഭരണമാറ്റം ആവശ്യമാണ് എന്നാണ് കവി സച്ചിദാനന്ദനെ പിന്തുണച്ചുകൊണ്ട് സാറാ ജോസഫ് അഭിപ്രായപ്പെടുന്നത്. ജനാധിപത്യ മതേതരത്വ ഇന്ത്യ എന്ന സങ്കല്പത്തെ തന്നെ ഭരണവർഗങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സർക്കാരുകൾ മാറി മാറി വരിക എന്ന ശീലമുണ്ടായിരുന്നു. അത് തന്നെയാണ് നല്ലത്. തുടർഭരണം ഏകാധിപത്യ പ്രവണതയുണ്ടാക്കും എന്നും സാറാ ജോസഫ് അഭിപ്രായപ്പെട്ടു. ഈ പ്രസ്താവനകളിലെ അപകടം തിരിച്ചറിഞ്ഞ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും സച്ചിദാനന്ദന് എതിരെ പ്രസ്താവനകളുമായി എത്തിക്കഴിഞ്ഞു. തുടർഭരണം കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കും എന്ന സച്ചിദാനന്ദന്റെ പ്രസ്താവനയ്ക്ക് തുടർഭരണം കിട്ടിയത് അഴിമതി ഇല്ലാത്തത് കൊണ്ടാണ് എന്ന രീതിയിൽ പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവന എത്തിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇത്തരം ചർച്ചകൾക്ക് തുടക്കമിട്ടത് പ്രൊഫസർ MN കാരശ്ശേരിയാണ്. മൂന്നാം വട്ടവും ഇടതുമുന്നണി അധികാരത്തിലെത്തിയാൽ അധികാര തണലിൽ പ്രവർത്തിച്ച് CPM ദുർബലമാകും. മൂന്നാം വട്ടവും UDF പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ ആ മുന്നണിയും ദുർബലമാകും. കോൺഗ്രസിലെ പലരും BJP-യിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ടാവും. ഇങ്ങനെയായിരുന്നു പ്രൊഫസർ MN കാരശ്ശേരിയുടെ വിലയിരുത്തൽ. എന്നാൽ തുടർഭരണം വന്നാൽ
മലയാളത്തിൽ മലയാള നിഘണ്ടുവിൽ പാവങ്ങൾ എന്ന ശബ്ദം ഇല്ലാതാകും എന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ്. LDFന്റെ വികസന മുന്നേറ്റ ജാഥയിലാണ് കോഴിക്കോട് വെച്ച് എം വി ഗോവിന്ദന്റെ ഈ പ്രസ്താവന. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പാവങ്ങൾ എന്ന പദവും ഇല്ലാതാകും എന്ന ഗോവിന്ദന്റെ പ്രസ്താവന. രാഷ്ട്രീയ സമൂഹം ഈ വാചകങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.